وصحبه أجمعين من بعد. الله أكبر الله أكبر الله أكبر. الحمد لله الحمد لله الحمد لله. ഈ സംവാദത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നിഷ്പക്ഷമായി ഇരുഭാഗത്തും വേദിയിലും സദസ്സിലുമുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യവും വ്യക്തവുമായി ബോധ്യമായി. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, 10ഓളം ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം നിഷേധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാമോ? മറുപടി ചോദിച്ചല്ലോ, ഇല്ല എന്ന് പറഞ്ഞു. ആ നിഷേധം കൃത്യമായി പറഞ്ഞു കൊടുത്തു. മറുപടി ഉണ്ടായോ? സിറാത്തിനെ നിഷേധിച്ചതിനെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് മിണ്ടിയോ? ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് കൊടുത്തു. ആയത്ത് എവിടെയെന്ന് ആവർത്തിച്ച് ചോദിച്ചു. ഉണ്ടായോ? ചെറിയ കാര്യമാണോ ഇല്ലാത്ത ആയത്തുണ്ടെന്ന് പറഞ്ഞത്? എഴുതിയത് സിറാത്തിനെ കുറിച്ച് മിണ്ടാതിരുന്നത്, വിശ്വാസകാര്യങ്ങൾ ഖബറാഹാദുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നും മിണ്ടിയില്ല. അതേപോലെ തന്നെ MI സുല്ലമി അറബികൾക്ക് എഴുതി കൊടുത്ത ലേഖനത്തെ കുറിച്ച് മിണ്ടിയില്ല. മാത്രമല്ല ഹദീസിൽ സ്ഥിരപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നിഷേധിച്ചതായി ഇവിടെ പറഞ്ഞു. അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായില്ല. ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, ഖബർ ശിക്ഷയെ കുറിച്ച് പറഞ്ഞു. പ്രതികരിച്ചു നോക്കി. അപ്പൊ 2002 ശേഷമുള്ള പറ്റൂനായി. ഞങ്ങൾ തസ്ബീഹ് ചെല്ലുന്നില്ലേ? ശരി, ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ അബ്ദുസ്സലാം സുലമിയെയാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണം ഇപ്പോഴും നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിച്ച ആൾക്കാരും വ്യഭിചരിക്കാറുണ്ട്. അപ്പൊ തസ്ബീഹ് ചൊല്ലു എന്നതുകൊണ്ട് മാത്രം അത് ഇല്ലാതാവുന്നില്ല. അത് തിരുത്തുകയാണ് ഇവിടെ വേണ്ടത്. അതിവിടെ തിരുത്തിയില്ല. ചേകരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം നവോത്ഥാനമല്ലെന്ന് പറഞ്ഞു നോക്കി. കൃത്യമായി ആ പുസ്തകത്തിന് അതിന്റെ പരാമർശങ്ങൾ കൃത്യമായി പറഞ്ഞപ്പോൾ ഈ സന്ദർഭത്തിൽ പോലും സമയം തിരുത്താൻ തയ്യാറായില്ല. നിങ്ങൾക്ക് ഒന്നിച്ച് പെരുന്നാൾ കഴിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചല്ലോ, മറുപടി ഉണ്ടായില്ല. അതിനെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തിയപ്പോൾ നേതൃത്വം കൊടുത്തു എന്ന പരാമർശം വന്നപ്പോൾ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് എഴുതിയവനാണ് ഈ ഉള്ളവൻ. അതാണ് നേരത്തെ പറഞ്ഞത്. ഇതുപോലെ ഇല്ലാത്ത ആയത്ത് പറഞ്ഞതിന് പേരിൽ ഒന്നെങ്കിലും ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറയാൻ, തിരുത്തുന്നു എന്ന് പറയാൻ സാധിച്ചോ? ഉണ്ടായില്ല. ഇവിടെ AP അബ്ദുൽ ഖാദർ മൗലവി സംസം വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിച്ചപ്പോ ഞങ്ങൾ ന്യായീകരിച്ചോ? ഇല്ല. AP അബ്ദുൽ ഖാദർ മൗലവി സംസം വെള്ളത്തിന് പ്രാധാന്യമില്ലെന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ അതിനുശേഷം എവിടെയും കേട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം അത് ന്യായീകരിച്ചാൽ വ്യതിയാനമാണ്. ഇതുപോലെ അബ്ദുസ്സലാം സുല്ലമിക്ക് സംഭവിച്ചത് ഖുർആനായത്തും അതേപോലെ തന്നെ ഹദീസും വെച്ചുകൊണ്ട് ഖബർ ശിക്ഷയില്ല എന്ന് പറഞ്ഞത് വ്യതിയാനമാണെന്ന് പറയാൻ മറുഭാഗത്തുള്ളവർ തയ്യാറാകുമോ? അവിടെയാണ് ആദർശത്തിന്റെ പ്രത്യേകത. ഞങ്ങളുടെ ഭാഗത്തുള്ള പണ്ഡിതന്മാരുടെ ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞില്ലേ, അതൊക്കെ നേരത്തെ ചർച്ച ചെയ്തു. എന്നാൽ അവരാരും വളണ്ടിയർ കോർ ഉണ്ടാക്കി. ആ വളണ്ടിയർ കോർ മുഖേന അവരുടെ തിന്മകളെ, അവരുടെ തെറ്റുകളെ ന്യായീകരിച്ചിട്ടില്ല. അവരാരും NMK ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ നടന്നിട്ടില്ല. അവരുടെ പരാമർശങ്ങൾ ആ രൂപത്തിലാണ് കാണേണ്ടത്. അത് ജംഇയ്യത്തുൽ തീരുമാനിക്കുകയും ആ കാര്യം വ്യക്തമായി ഒപ്പിടുകയും ചെയ്തു. മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടതുണ്ട്, രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരം എന്ന് പറഞ്ഞത് ഗൾഫ് സലഫിസവും ഇവിടെയുള്ള സലഫി ആശയവും താരതമ്യം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഷബാബിൽ കൊടുത്ത ആ ലേഖനം തന്നെ വായിച്ചാൽ അവിടെ ഉദ്ദേശിച്ചതല്ല. നിങ്ങൾ മറ്റൊരു ചിന്താധാരയിലാണ് എന്നത് വളരെ വ്യക്തമാണ്. ഈ വേദിയിലുള്ള ഒരിക്കലും സുല്ലമി നോക്കിക്കൊണ്ട് പറഞ്ഞു, തബറുഖാർത്ഥവും യാഥാർത്ഥ്യവും ഇത് സുല്ലമി അംഗീകരിക്കുമോ? മറുപടി പറഞ്ഞില്ല. നിങ്ങൾ മുടിയെ ഇവിടെ കളിയാക്കിയില്ലേ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അത് യുവത എഴുതിയ പുസ്തകമാണിത്. എന്നാൽ തബറുഖ് നിഷേധിച്ചുകൊണ്ട് ഇതിൽ പറഞ്ഞ ഹദീസിനെ കത്തുമുറിച്ച് അവതരിപ്പിച്ച ആളാണ് ഇവിടെ ഇരിക്കുന്ന അലി മദനി പറഞ്ഞു. അല്ലെന്ന് പറയാൻ സാധിക്കുമോ? ഇതിലെ മുസ്ലിമിന്റെ ഹദീസിനെ കത്തുമുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അബ്ദുസ്സലാം സുല്ലമി ചേകനൂരിന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. ആ മറുപടി പറഞ്ഞത് ചേകനൂരിന് മറുപടി പറഞ്ഞ അതേ പുസ്തകത്തിൽ ദജ്ജാലുമായി ബന്ധപ്പെട്ട് ഹദീസ് നിഷേധം പറഞ്ഞു. എന്റെ പ്രതികരണമില്ലാത്തത്? മാത്രമല്ല സമന്വയം മാസികയെ
ചെറുതായൊന്ന് ന്യായീകരിക്കാൻ തുടങ്ങി. എന്നാൽ ആ സർക്കിളിനെ കുറിച്ച് മിണ്ടിയില്ല. അവസാനം മരങ്ങളുടെ ഓർമ്മ വന്നു. നേരത്തെ പറയേണ്ടിയിരുന്നു, അവിടെ പറഞ്ഞാൽ മറുപടിയും കിട്ടുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകം നമ്മുടെ മനസ്സിലേക്ക് വരണം. പരലോകം പറയാൻ മാത്രമുള്ളതല്ല, അവിടെ നമുക്ക് പോകേണ്ടതുണ്ട്. സംഘടനാ വിഷയങ്ങൾ അത് അവതരിപ്പിച്ച് വഴിമാറ്റാൻ ശ്രമിച്ചു. നമ്മുടെ വിഷയം എന്താ? വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെട്ട് അംഗീകരിക്കണമെങ്കിൽ ഖുർആനിലോ മുതവാത്തറായ ഹദീസിലോ വരണമെന്ന 2009 ആഗസ്റ്റ് 28 ശബാബിൽ എഴുതിയ ശേഖരൂരിയൻ വാദം ഇത് തിരുത്തിയില്ലെങ്കിൽ ഖബറിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട്, ഹൗലുൽ കൗസറുമായി ബന്ധപ്പെട്ട്, വിചാരണയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട്, സിറാത്ത് പാലവുമായി ബന്ധപ്പെട്ട്, റസൂലുള്ളാഹിയുടെ മിഅ്റാജുമായി ബന്ധപ്പെട്ട്, അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നാം തള്ളേണ്ടി വരും. ഞാൻ ശ്രദ്ധിച്ചു, അല്ലാഹു അക്ബർ പറയുമ്പോഴും മടവൂർ വിഭാഗത്തിന്റെ ഭാഗത്തുള്ള ചിലർ കയ്യും കെട്ടി അനങ്ങാതെ നിൽക്കുന്നു. അവർക്ക് മനസ്സിലായി അബദുല്ലത്തീഫ് സാഹിബിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല, പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് അവർക്ക് പോലും ബോധ്യപ്പെട്ടു. അതെ, പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയം, സിഹറുമായി ബന്ധപ്പെട്ട വിഷയം, അജുവ കാരക്കയുമായി ബന്ധപ്പെട്ട് അബൂബക്കർ നസ്സാഫ് കേരള മുജാഹിദിലേക്ക് മാറി. അവിടെയും അജുവ കാരക്ക നിഷേധിച്ചപ്പോ ഈ വേലിരിക്കുന്ന മൻസൂർ അലിച്ചമാർ എന്താ പറഞ്ഞത്? നമ്മുടെ ആശയം അവിടെ നടപ്പാക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ഒന്ന് നോക്കട്ടെ, നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ 5 അംഗ സമിതി ഉണ്ടാക്കി. എന്തിനാണ് കൊടുക്കൽ വാങ്ങലുകൾ? അതെ, ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായത്തിലെ 102-ാമത്തെ ആയത്തിൽ ഇല്ലാ ബിഇദ്നില്ലാ കത്ത് ചെയ്ത ആളുകൾക്ക് നസ്സാഫിന് പകരം കേവിയെ നിങ്ങൾ എടുത്തോളൂ. എന്നാൽ കേവിയെ കുറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, പന്നിമാസവുമായി ബന്ധപ്പെട്ടത്, അത് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരാളോട് ആശയപരമായ വെറുപ്പുണ്ടെങ്കിൽ വ്യക്തിപരമായി ഞങ്ങൾ കാണിക്കില്ല. ഡോക്ടർ സുൽഫിക്കർ അലി ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിളക്കിനെ ന്യായീകരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അതുകൊണ്ട് വ്യക്തമായി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കൃത്യവും വ്യക്തവുമായി 2001 കേരള ജംഇയ്യത്തുലമയുടെ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചുവെന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ തീരുമാനം തന്നെ ഖുർആനും സുന്നത്തും പഠിക്കുന്നതിനും മനസ്സിലാക്കും. ആ ഖുർആനിലെ 2 ആയത്തുകൾ ഇല്ലാത്ത ആയത്ത് ഉണ്ട് എഴുതിയിട്ട് ഈ ശബ്ദം ശ്രമിക്കുന്നവരെ, നമുക്ക് മരിക്കണ്ടേ, നമുക്ക് കബറില്ലേ, നമുക്ക് പരലോകമില്ലേ, അവിടെ ഈ നേതാക്കന്മാർ തുറക്കുണ്ടാകുമോ? ആയത്ത് എവിടെയെന്ന് ചോദിക്കണം. 2 ആയത്തുകളെ കുറിച്ച് പറഞ്ഞു, മിണ്ടിയില്ല. സിറാത്ത് പാലത്തെ കുറിച്ച് പറഞ്ഞു, മിണ്ടിയില്ല. അപ്പോൾ സഹോദരങ്ങളെ, വ്യതിയാനങ്ങൾ രക്ഷപ്പെട്ട് യഥാർത്ഥമായ ആശയത്തിലേക്ക് ഇനി ഞങ്ങളുടെ നേതൃത്വം എന്താണ്, ഞങ്ങളുടെ അഡ്രസ് എന്താണ്? 2012 ആഗസ്റ്റ് 17 ഹുസൈൻ മടവൂർ ചെയ്തതുപോലെ ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ ഭിന്നിപ്പിച്ചില്ല. മറിച്ച് യഥാർത്ഥമായ ആദർശം, ആ ആദർശം ആരുടെ കയ്യിലാണോ ഉള്ളത്, ആ ആദർശത്തിൽ നിന്ന് നേതൃപരമായ അവസ്ഥയിൽ പിന്നോട്ട് പോയപ്പോൾ ഹുസൈൻ മടവൂർ ചെയ്ത കാര്യം ചെയ്യാതെ ഈ ആദർശവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. KM മൗലവി രൂപീകരിച്ച KNM-ലാണ് ഇപ്പോഴും ഞങ്ങളുള്ളത്. ആ KNM-ന്റെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ, നാടാകെ പ്രചരിപ്പിക്കാൻ ഓരോ പ്രദേശത്തും ഞങ്ങൾ ദഅവത്ത് നടത്താൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ കേസ് കൊടുത്തപ്പോഴേക്കും 23 കൗൺസിലർമാർ, EP അടക്കമുള്ള 23 കൗൺസിലർമാരെ അയോഗ്യരാക്കി. സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നില്ല. വിചിന്തനം അതിനെക്കുറിച്ച് കള്ളവാർത്ത കൊടുത്താലും കോടതി വിഷയങ്ങൾ അറിയുന്ന ആർക്കും അത് ബോധ്യപ്പെടും. അപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ നയമുണ്ട്, വ്യക്തമായ ആദർശമുണ്ട്. അതുകൊണ്ട് തൗഹീദ് പറയാൻ, സുന്നത്ത് പറയാൻ, വ്യതിയാനമാണെന്ന് തുറന്നു പറയാൻ ഇവിടെ NMK സമ്മതിച്ചു. വലിയൊരു കാര്യമാണത്. കാരണം NMK ഉണ്ടാക്കുകയും ആ NMK രജിസ്റ്റർ ചെയ്യുകയും മടവൂർ വിഭാഗത്തിന്റെ 1ാം സംസ്ഥാന സമ്മേളനത്തിൽ അസ്ഹർ സാഹിബിന്റെ ബ്രാക്കറ്റിൽ, ഭാരവാഹിയുടെ ബ്രാക്കറ്റിൽ നെറ്റ്വർക്ക് മുജാഹിദീൻ കേരള എന്ന് എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം കട്ടുമുടിച്ചാണ് അദ്ദേഹത്തിന്റെ പൊതു താല്പര്യ മേഖല അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞു. അല്ലെന്ന് ജംഇയ്യത്തുലമയുടെ രേഖ വായിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു. ലെറ്റർ ഹെഡ് ഹുസൈൻ മടവൂർ കൊണ്ടുപോകുന്നത് എങ്ങനെ? ജനറൽ സെക്രട്ടറി ലെറ്റർ ഹെഡ് സെക്രട്ടറിയാണെന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ ഒരു കാരണവശാലും പാടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മെ സത്യത്തിൽ ഒരുമിച്ച് ചേർക്കാൻ, ഈ ലോകത്ത് പ്രവർത്തിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.